ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നമ്മൾ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ബാലൻസിങ് ഓഫ് 3 കോളം ക്യാഷ് ബുക്ക് അത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇല്ലുസ്ട്രേഷൻ 4 ആണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം. സ്പെഷ്യൽ പോയിന്റ് റിഗാർഡിങ് ചെക്ക് റിസീവ്ഡാണ്. എന്താണ് സ്പെഷ്യൽ പോയിന്റ് റിഗാർഡിങ് ചെക്ക് റിസീവ്ഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ വേരിയസ് പാർട്ടീസുകൾ ചെക്ക് നമ്മൾ കൊടുത്തിട്ട് അല്ലേ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബാങ്കിൽ സെയിം ടൈമിൽ. ഇപ്പം ഞാൻ ഒരു ചെക്ക് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് കൊടുക്കുന്നതല്ല, ഡിഫറെൻ്റ് ആളുകൾ അല്ലേ വേരിയസ് പാർട്ടീസുകൾ സെയിം ഡേറ്റിൽ ചെക്കുകൾ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകൾ വരാറുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയുന്നത്, ഇഫ് എ ചെക്ക് ഈസ് നോട്ട് സെൻഡ് എ ബാങ്ക് ഓൺ ദ ഡേ റിസീവ്ഡ് ഇൻ എൻ്റർ ഇൻ ക്യാഷ് കോളം എന്നുള്ളതാണ്. നമ്മൾ എനിക്കൊരാളുടെ നിന്ന് ക്യാഷായിട്ട് അല്ലെങ്കിൽ ക്യാഷ് രൂപത്തിലൊരു ചെക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മൾ ഇപ്പോൾ ഏപ്രിൽ 8 ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ ചെക്ക് ബാങ്കിൽ എപ്പോഴാണ് കൊടുക്കുന്നത്? ഏപ്രിൽ 11 കൊടുക്കുന്നത്. 2 ദിവസം ഡിലേ വരുത്തി അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എൻട്രിയെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ കോൺട്രാ എൻട്രി ആണ് ഇവിടെ വരുന്നത്, മനസ്സിലാക്കേണ്ട കാര്യം. കോൺട്രാ എൻട്രി ആണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കാറുള്ളത്. എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? ഇറ്റ് ക്യാൻ ബി റെക്കോർഡഡ് ഇൻ എ ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസം കഴിയുമ്പോൾ അവിടെ നമ്മൾ ക്യാഷ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് കേട്ടോ. ക്യാഷ് ബുക്കിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള എൻട്രി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു കോൺട്രാ എൻട്രിയാണ്. നമ്മൾ ഇത് മനസ്സിലായല്ലോ. നമുക്ക് ഒരാൾ ക്യാഷിൻ്റെ രൂപത്തിൽ ഇപ്പോൾ എക്സാമ്പിൾ അതിൽ പറയുന്നുണ്ട്, ഓൺ ഏപ്രിൽ 8 എ ചെക്ക് ഫോർ ₹500 ഈസ് റിസീവ്ഡ് ഫ്രം എ റിയോ അല്ലേ റിയോ ആൻഡ് ഇറ്റ് ഈസ് സെൻഡ് ടു ദ ബാങ്ക് ഓൺ ഏപ്രിൽ 11. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്തു? ഏപ്രിൽ 8 ചെക്ക് ₹500 എന്ന രീതിയിൽ ചെക്ക് കിട്ടി. ചെക്ക് റിസീവ് ചെയ്തു ആൾ. പക്ഷേ ആൾ ബാങ്കിൽ എന്നാണ് കൊണ്ടു കൊടുക്കുന്നത്? ഏപ്രിൽ 11 കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവിടെ ഡിലേ വന്നു അല്ലേ. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഏപ്രിൽ 8 നമ്മൾ റിയോൻ്റെ അടുത്ത് നിന്ന് വാങ്ങി എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ റിയോ റിസീവായി എന്ന് പറയണം. പിന്നെ അതുപോലെ ക്യാഷ് 11 കാണിക്കണം. അതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ 11 കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രാ എൻട്രി ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഇതെങ്ങനെയാണ് ഇവിടെ കൊടുക്കുന്നത് നോക്കാം. ഈ ക്യാഷ് ബുക്ക് ക്യാഷ് കോളത്തിൽ നമ്മൾ ക്യാഷ് ആൻഡ് ബാങ്ക് കോളം മാത്രം കൊടുത്തിട്ടാണ് കേട്ടോ, ഡിസ്കൗണ്ട് അവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ 2 കോളം ക്യാഷ് ബുക്കാണ് അവിടെ കൊടുക്കുന്നത്. ദെൻ അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഡെബിറ്റ് സൈഡിൽ ഏപ്രിൽ 8 റിയോ അക്കൗണ്ട് ₹500 ടു റിയോ അക്കൗണ്ട് കേട്ടോ, ടു റിയോ അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയോ അക്കൗണ്ട് ആയിരിക്കും അല്ലേ, അക്കൗണ്ട് ഡെപ്റ്റർ ടു. അപ്പോൾ അങ്ങനെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിയോ അക്കൗണ്ട് ₹500 എന്ന് കൊടുത്തു. ദെൻ ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? ₹500 അല്ലേ. ക്യാഷ് ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി 11-ാം തീയതി ബൈ ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, ബൈ ബാങ്ക് അക്കൗണ്ട് ₹500. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു കോൺട്രാ എൻട്രി രീതിയിലാണ് ഇവിടെ വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ക്യാഷ് ബുക്കിനെയും ബാധിക്കുന്നുണ്ട്, ബാങ്കിനെയും ബാധിക്കുന്നുണ്ട്. സോ അങ്ങനെ 2 രീതിയിലും 2 കോളത്തിനെയും ബാധിക്കുന്നതിനെയാണല്ലോ നമ്മൾ കോൺട്രാ എൻട്രി അറിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എൻട്രീസുകളാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്യാഷ് ബുക്ക് ബാങ്ക് കോളം ഓൺലി ആയിട്ടും ഇവിടെ ജസ്റ്റ് വേറൊരു ഇത് വരുന്നുണ്ട്, ക്യാഷ് കോളമായിട്ട് വരുന്നുണ്ട്, ബാങ്ക് കോളമായിട്ട് വരുന്നുണ്ട്, അങ്ങനെ വരും. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ പോയിന്റ് ഓഫ് റിഗാർഡിങ് ചെക്സ് റിസീവ്ഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എക്സാമ്പിളാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2 അക്കൗണ്ട്സിനെയും അത് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ,
നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇത് പാർട്ടി ഫ്രം എ ക്യാഷ് കോൾ. ഇനി നമ്മൾ നോട്ട് ബി ഡെപ്പോസിറ്റഡ് ദ ബാങ്ക് ബട്ട് എൻഡോസ് ദ തേർഡ് പാർട്ടി. നമ്മൾ തേർഡ് പാർട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കൈമാറ്റം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാതെ തേർഡ് പാർട്ടിക്കാണ് നമ്മൾ എൻഡോസ് ചെയ്യാന്ന് വിചാരിക്കുക. എൻഡോസ് ചെയ്യാന്ന് കൈമാറുകയാണല്ലോ. അങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് കോളം ഓൺ ദ ഡെബിറ്റ് സൈഡ് ആയിട്ട് കൊടുക്കണം. ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് കോളംസിൽ ഡെബിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ നമ്മൾ ഫസ്റ്റിൽ റെക്കോർഡ് ചെയ്യണം. ദെൻ അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ അടുത്തത് ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് കോളത്തിലും എൻട്രി ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യുക തേർഡ് പാർട്ടിക്ക് കേട്ടോ. ഡെപ്പോസിറ്റ് എന്താണ്, ഇഫ് ദ പാർട്ടി ഫ്രം എ ഹൂം റിസീവ്ഡ്, ആരാണോ ഏത് പാർട്ടിയാണോ റിസീവ് ചെയ്തത് ആളെ, അങ്ങനെ രണ്ട് പാർട്ടീസുകൾ ഉണ്ടാവുമല്ലോ, ആരാണോ റിസീവ് ചെയ്തതും ഒരാൾ കൈമാറ്റം ചെയ്തതും ഉണ്ടാവും. അപ്പോൾ ആ രണ്ട് പാർട്ടീസുകൾ ഉണ്ടാവും ഇതിൽ, ആ പാർട്ടീസുകൾ ഇതിൽ കൊടുക്കണം. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഓൺ April 12 ചെക്ക് ഫോർ 800 റിസീവ്ഡ് ഫ്രം എ Ganpati and was endorsed April 14 in favor in Shiva. ശിവക്ക് അത് എൻഡോസ് ചെയ്തു എന്ന് April 14. ഗാൻപതി റിസീവ് ചെയ്തത് April 12 800 രൂപേൻ്റെ ചെക്ക്. അപ്പോൾ ക്രെഡിറ്റഡ് ഓഫ് ഫേം. ഓക്കെ, ക്രെഡിറ്റഡ് ഓഫ് ദ ഫേം. പേജ് നമ്പർ 73 കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ആരാണ്, ഇത് എൻട്രീസ് ക്യാഷ് ബുക്ക് വിൽ അപ്പിയർ ഫോളോ. താഴെ നമ്മൾക്ക് നോക്കാം. ക്യാഷ് ബുക്കിൽ നമ്മൾ ക്യാഷ് ഓൺലി ഇട്ടാ, അപ്പോൾ എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ ടു ഗണപതി അല്ലേ, അല്ല ഗണപതി, ഗണപതി 800 എന്ന് കൊടുക്കും നമ്മൾ അല്ലേ, ബൈ ശിവ അക്കൗണ്ട്. ഗണപതിൻ്റെ ഇതിന്ന് വാങ്ങിച്ചിട്ട് ശിവക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെക്ക്. ഇവിടെ ഓൺലി ക്യാഷ് ആണ് കൊടുത്തിട്ടുള്ളത്, ഓൺലി ക്യാഷ് ഡീലിങ്സ് ആണ് നടന്നിട്ടുള്ളത്. ഇനി ഇതന്നെ നമുക്ക് ബാങ്ക് മാത്രമായിട്ട് അല്ല ക്യാഷ് ആയിട്ട് മാത്രം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്യാഷ് റിസീവ്ഡ് ആയിട്ട് കൊടുത്ത ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻഡോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്യാഷാണ്, ബാങ്കുമായിട്ട് അവിടെ ഡീൽ ചെയ്യുന്നില്ല. അപ്പോൾ ക്യാഷ് കോളംസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് അതുകൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ. ഇനി നെക്സ്റ്റ് പറഞ്ഞുള്ള സെയിം ടൈം അല്ലേ, അതന്നെ നമുക്ക് ആ ബാങ്ക് ഈ ഒരു ചെക്ക് സെൻഡ് ചെയ്തപ്പോൾ ബാങ്ക് എന്ത് ചെയ്തു, ഡിസോണർ ചെയ്തു. എന്ത് ചെയ്തു, ഡിസോൺ ചെയ്തു പറഞ്ഞാൽ എന്താ, ഡിസോണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റിട്ടേൺ വന്നു അല്ലേ, റിട്ടേൺ ആയി മടക്കി എന്ന് പറയാം. അങ്ങനെ മടക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഓൺലി ബാങ്ക് അക്കൗണ്ട്സ് മാത്രമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളംസ് മാത്രം കൊടുത്തിട്ട് ചെയ്താൽ മതി എന്നും കൂടെ മനസ്സിലാക്കുക കേട്ടോ. ഡിസോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിസോണേഴ്സായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുകൂടെ ഒന്ന് മനസ്സിലാക്കി കേട്ടോ. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പർച്ചേസ് ജേണലാണ് കേട്ടോ. അതിന് മുമ്പേ ഇലുസ്ട്രേഷൻ 5 ഉണ്ട് കേട്ടോ. 5 ഇതുപോലെ ഞാൻ ചെയ്യാം. അപ്പോൾ പ്രോബ്ലംസ് 3 ഞാൻ ചെയ്ത് റെക്കോർഡ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ, മറക്കണ്ട. 4, 3, 4, 5 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പർച്ചേസ് ജേണലാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ തിയറീസുകൾ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എവിടെയാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പർച്ചേസ് ജേണലാണ്. എന്താണ് പർച്ചേസ് ജേണൽ പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു പർച്ചേസ് ചെയ്തതാണ്. എങ്ങനെ പർച്ചേസ് ചെയ്യുന്നതാണ്, ക്രെഡിറ്റിന് അല്ലേ. പർച്ചേസ് എന്ന് പറയുന്ന 2 രീതിയിലുണ്ട്. ഏതൊക്കെയാണ്, ക്യാഷ് പർച്ചേസും ഉണ്ട്, ദെൻ ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട് അല്ലേ. അവിടെ നമ്മൾ ക്യാഷിൽ പർച്ചേസ് ചെയ്യുന്നതെല്ലാം നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്, ക്യാഷ് ബുക്കിലാണ് മേഡ് ചെയ്യുന്നത്. പക്ഷേ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുന്നത് കൊടുക്കുന്നത് പർച്ചേസ് ജേണലിലാണ്. അപ്പോൾ ഓൺലി
ഓൺലി ക്രെഡിറ്റ് പർച്ചേസസ് മാത്രമാണ് എവിടെ കൊടുക്കുന്നത്, പർച്ചേസ് ജേണലിൽ നമ്മൾ കൊടുക്കുന്നത്. നോട്ട് ദാറ്റ് ദ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് എ ഫിക്സ്ഡ് അസറ്റ് ലൈക്ക് എ ടൈപ്പ് റൈറ്റർ വെഹിക്കിൾ ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദിസ് ബുക്ക് എന്നൂടെ മനസ്സിലാക്കുക. നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ പർച്ചേസ് ജേണലിൽ, അത് ക്രെഡിറ്റിനാണെങ്കിലും ക്യാഷിനാണെങ്കിലും ഫിക്സ്ഡ് അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല കേട്ടോ. ഓക്കെ, അതുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ആ ഫിക്സ്ഡ് അസറ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? പർച്ചേസ് പ്രോപ്പറിലാണ് കേട്ടോ. ലാസ്റ്റ് ബുക്കായിട്ടുള്ള പർച്ചേസ് പ്രോപ്പറിലാണ് നമ്മൾ ചെയ്യുന്നത്. This is a recorded journal proper about the which you will learn later. The purchase journal is called purchase book അല്ലെങ്കിൽ purchase day book അല്ലെങ്കിൽ and invoice book. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്ലുകളാണ്, റിസീവ് ദ ബില്ലാണ് അല്ലേ. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ലുകൾ കിട്ടുമല്ലോ, അതിൻ്റെ ബേസിൽ നമുക്ക് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസസുകൾ മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിൽ തന്നെ നമുക്ക് ഇൻവോയ്സ് എന്ന് പറയുന്നത് പർച്ചേസ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഇൻവേർഡ് ഇൻവോയ്സ് എന്ന് പറയുന്നുണ്ട് ഫോർ പർച്ചേസ് അല്ലേ, പർച്ചേസിന് വേണ്ടിയിട്ട്. ഇനി ആൻഡ് സെയിൽസ് ഇൻവോയ്സ് ഓർ എ ഔട്ട്വേർഡ് ഇൻവോയ്സ് ഫോർ ദ സെല്ലർക്ക് കൊടുക്കുന്ന ഇൻവോയ്സ്. എൻട്രി ഇൻസ് ദ പർച്ചേസ് ജേണൽ ആർ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പർച്ചേസ് ഇൻവോയ്സ് റിസീവ്ഡ് അഥവാ ഇൻവേർഡ് ഇൻവോയ്സസ് കേട്ടോ. അതാണ് ഇനി അപ്പോൾ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇൻവോയ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ സംതിങ് ഫ്രം ഷോപ്പ് യു റിസീവ്ഡ് എ ബിൽ, സച്ച് എ ബിൽ ഈസ് കോൾഡ് ഇൻവോയ്സ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ക്വാണ്ടിറ്റി, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, ടോട്ടൽ എമൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ കേട്ടോ, ഇതെല്ലാം നമ്മുടെ ഇൻവോയ്സിൽ ഇൻക്ലൂഡാണ്. ഇതെല്ലാം നമ്മുടെ ഇൻവോയ്സിൽ ഇൻക്ലൂഡാണ്. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് എന്താണെന്ന് ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻവോയ്സിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് കാണാം കേട്ടോ. ഇൻവോയ്സിൻ്റെ ഒരു ഫോർമാറ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. ബുക്ക് ലോവേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട് ഇൻവോയ്സ് നോക്കാം. ബിൽ നമ്പർ ഉണ്ട്, പാർട്ടിയുടെ പേരുണ്ട്, ഡേറ്റ് ഉണ്ട് അല്ലേ, എത്ര ക്വാണ്ടിറ്റി ആണുള്ളത് ഉണ്ട്, എന്താണ് വാങ്ങിച്ചത് ഉള്ളതുണ്ട്, അതിൻ്റെ ഓരോ യൂണിറ്റിൻ്റെ പ്രൈസ് ഉണ്ട്, ടോട്ടൽ പ്രൈസും ഉണ്ട് കേട്ടോ. ഇത്രയാണ് ഒരു പർച്ചേസ് ഇൻവോയ്സിൽ ഇൻക്ലൂഡായി ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഡീറ്റെയിൽസുകൾ അടങ്ങിയ ഒരു ഡോക്യുമെൻ്റാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ബില്ലാണ് ഇൻവോയ്സ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റെക്കോർഡിംഗ് ഇൻ ദ പർച്ചേസ് ജേണൽ. റെക്കോർഡിംഗ് ഇൻ ദ പർച്ചേസ് ജേണലാണ്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഉള്ള ഒരു ഫോർമാറ്റ് പർച്ചേസ് ജേണലിൻ്റെ ഒരു പെർഫോമയാണ് കൊടുത്തിട്ടുള്ളത്. റെക്കോർഡ് ചെയ്യുന്ന രീതി കേട്ടോ. എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. പർച്ചേസ് ജേണൽ ഹെഡിങ് കൊടുക്കുക. ദെൻ എത്ര കോളംസാണ്? 6 കോളംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഒന്നാമത്തെ കോളംസിൽ നമ്മൾ ഡേറ്റ് കൊടുക്കുക, അഥവാ ഇറ്റ്സ് മേ ഡേറ്റ് അല്ലേ. ഇറ്റ്സ് മീൻസ് ഫോർ എ റൈറ്റിംഗ് ദ ഡേറ്റ് ഓഫ് പർച്ചേസ് എന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്താൽ അത് റൈറ്റ് ചെയ്യുക, ആ ഡേറ്റ് റൈറ്റ് ചെയ്യുക. ദെൻ അതുപോലെ നെയിം ഓഫ് സപ്ലയർ കേട്ടോ. ദെൻ അതിൽ നമ്മൾ സപ്ലയറുടെ പേരും അഡ്രസ്സൊക്കെ കൊടുക്കുക. ഇൻവേർഡ് ഇൻവോയ്സ് നമ്പർ കൊടുക്കുക. ദെൻ LF അല്ലേ. LF മീൻസ് എന്താ? LF മീൻസ് ലെഡ്ജർ പോസ്റ്റിംഗ്. എവിടെയാണോ LFൻ്റെ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ പേജ് നമ്പറാണ്, അത് കൊടുക്കുക. എമൗണ്ട് കൊടുക്കുക. റിമാർക്സിൽ നമുക്ക് എന്താണ്
കൊടുക്കുന്നത്. എന്തെങ്കിലും എനി അതർ റെലവൻറ്റ് ഇൻഫോർമേഷൻസ് ഈസ് ടു ബി റെക്കോർഡഡ് ഇൻ ദിസ് കോളം. ഇൻഫോർമേഷൻ സച്ച് ആസ് ഡേറ്റ്, ഇൻ എമൗണ്ട്, ബിൽ പേബിൾ ആൻഡ് ഡേറ്റ് വിച്ച് ആക്ച്വലി പെയ്ഡ് ദ ഇൻ നോട്ട് മേ ബി നോട്ടഡ് ഇൻ ദ കോളം, ഇൻ ദിസ് കോളം അല്ലേ. അങ്ങനെ എന്തെങ്കിലും എനി ഫർദർ ഇൻഫോർമേഷൻസോ റെലവൻറ്റ് ഇൻഫോർമേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കോളം 6 കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പർച്ചേസ് ജേണൽ എന്ന് മനസ്സിലായില്ലേ? ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ റെക്കോർഡ്സുകൾ, എല്ലാ ട്രാൻസാക്ഷൻസുകളും റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത്. ക്യാഷ് ട്രാൻസാക്ഷൻ അവിടെ ഇൻക്ലൂഡ് അല്ല. ഈ പർച്ചേസ് ജേണലിൽ നമ്മൾ ഇൻവോയ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ജേണൽ ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവോയ്സ് എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇൻവോയ്സിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, അതിലെന്തെല്ലാം ഡീറ്റെയിൽസുകളാണ് ഉള്ളതെന്നും കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, പിന്നീട് അതിൻ്റെ ആ പർച്ചേസ് ജേണലിൻ്റെ ഒരു പെർഫോമിങ് കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് പോസ്റ്റിംഗ് ഓഫ് പർച്ചേസ് ജേണലാണ്. നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ? പർച്ചേസ് ജേണൽ എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ട്രാൻസാക്ഷൻ recorded in the purchase journal are to be posted in their respective personal account in the ledger. നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട്സിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ജേണലിൽ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സിൽ നമ്മൾ ലെഡ്ജർ എന്ന രീതിയിൽ, ലെഡ്ജർ നമുക്കറിയാമല്ലോ സെപ്പറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പർച്ചേസ് ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ജേണൽ നമ്മൾക്ക് ആർക്കാണ് കൊടുത്തത്, ആരാണ് വാങ്ങിയത് അല്ലേ, വാങ്ങിയതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വാങ്ങിയതാകുമ്പോൾ ഒരാളുടെ പേര് അവിടെ ക്രെഡിറ്റിനായതുകൊണ്ട് പേര് മെൻഷൻ ചെയ്യൽ ഷുവറാണ് അല്ലേ. നമുക്ക് എന്തായാലും അതിൽ വേണം, പേര് മെൻഷൻ ചെയ്തിരിക്കണം. കാരണം ക്രെഡിറ്റിനാണ് കൊടുക്കുന്നത്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസുകൾ മാത്രമാണ്, ക്രെഡിറ്റ് പർച്ചേസസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ അവിടെ ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഈ പേഴ്സണൽ അക്കൗണ്ട്സിൽ അതിൽ അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടുകൾ ലെഡ്ജറിൽ നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് അതിൻ്റെ ആ രീതിയിൽ തന്നെയാണ് പർച്ചേസ് ജേണൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നോക്കുക വെൻ എ പർച്ചേസ് ഇൻ മെയ്ഡ് ഓൺ ക്രെഡിറ്റ് അല്ലേ, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റിനാണല്ലോ. ദെൻ ദ സപ്ലയർ ബിക്കം എ ക്രെഡിറ്റർ ഫോർ ദ ഫേം കേട്ടോ. സപ്ലയർ നമുക്ക് എന്തായിട്ട് ചിലപ്പോൾ മാറും? ക്രെഡിറ്ററായിട്ട്, ഫേമിൻ്റെ ക്രെഡിറ്ററായിട്ട് മാറും എന്നുള്ളതാണ്. ദെൻ അതുപോലെ every credit purchase record in the purchase journal is the on the credit side of the personal account of the supplier by writing അല്ലെങ്കിൽ by purchase account എന്ന ഒരു പർട്ടിക്കുലർ കോളംസ് അല്ലേ. എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും ക്രെഡിറ്റ് പർച്ചേസുകൾ ഉണ്ടാവുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് എന്താണ് നമുക്ക് ബൈ പർച്ചേസ് അക്കൗണ്ട് അല്ലേ, അങ്ങനെ ആ രീതിയിലാണ് കൊടുക്കുന്നത്. ഈ പർച്ചേസ് ജേണൽ നമ്മൾ ടോട്ടൽ ചെയ്യുന്നത് വീക്കിലിയോ മന്ത്ലിയോ ഒക്കെ ആയിരിക്കും ടോട്ടൽ ചെയ്യുന്നത്, മനസ്സിലാക്കുക. ദെൻ പോസ്റ്റഡ് ഇൻ ടു ഡെബിറ്റ് സൈഡ് പർച്ചേസസ് അക്കൗണ്ട് ബൈ ദ ടു സൺട്രീസ്. സൺട്രീസ് ആയിട്ടാണ്, സൺട്രി ഡെപ്റ്റേഴ്സുകളായിട്ടാണ് നമ്മൾ പർച്ചേസ് ജേണലിൽ ബൈ ടു സൺട്രി പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റ് പർച്ചേസസുകൾ മാത്രമാണ്. സോ അവിടെ ക്രെഡിറ്റ് സൈഡിൽ പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബൈ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ വ്യക്തിയുടെയും കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. ഓരോ ലെഡ്ജറിൻ്റെ കേസാണ് ഈ പറയുന്നത് കേട്ടോ. ഓരോ വ്യക്തിയുടെയും അഥവാ പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ ലെഡ്ജർ, ഇപ്പോൾ ശ്രീശാന്ത് അക്കൗണ്ട് അല്ലേ, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ മീര അക്കൗണ്ട്, അവരുടെയൊക്കെ അക്കൗണ്ട്സിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസ് അക്കൗണ്ട് എന്ന രീതിയിലാണ് ഇത് കൊടുക്കുക എന്ന് മനസ്സിലാക്കുക. അത്രയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ട് അതിൽ 2 സ്റ്റെപ്സുകളുണ്ട്. പോസ്റ്റിംഗ് ഈച്ച് പർച്ചേസ് ഓഫ് ദ ക്രെഡിറ്റ് റെസ്പെക്റ്റീവ്ലി പേഴ്സണൽ അക്കൗണ്ട് സപ്ലയർ. വേറെ സപ്ലയേഴ്സിനെ ആയിരിക്കും പേഴ്സണൽ അക്കൗണ്ടിൻ്റേതായിട്ട് അല്ലേ ഉണ്ടാവുക. ദെൻ പോസ്റ്റിംഗ് ടോട്ടൽ പർച്ചേസ് ഡെബിറ്റ് പർച്ചേസ് അക്കൗണ്ട് ഡബിൾ എൻട്രി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് കംപ്ലീറ്റഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ടോട്ടൽ പർച്ചേസ് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഇത് പേഴ്സണൽ അക്കൗണ്ട്സിൽ ക്രെഡിറ്റ് സൈഡിലും ബൈ പർച്ചേസ് എന്ന് കൊടുക്കുക. ഇനി പർച്ചേസ് അക്കൗണ്ടാണ് നമ്മൾ ലെഡ്ജറിൽ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യാം,
ആരാണോ സൺട്രി ഡെപ്റ്റേഴ്സുകൾ ആരൊക്കെയാണോ ഉള്ളത് അവരുടെ പേര് മെൻഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 6 സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്കാണിത്, ഇല്ലുസ്ട്രേഷൻ 6 കേട്ടോ. അപ്പോൾ 3, 4, 5 ഞാൻ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പർച്ചേസ് റിട്ടേൺ ആണ് കേട്ടോ. പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തത് എന്ത് ചെയ്യാണ്, റിട്ടേൺ ആയിട്ട് വരികയാണ് കേട്ടോ. റിട്ടേൺ ആയിട്ട് വരികയാണ്. മേ ബി റിട്ടേൺ സപ്ലയർ അല്ലേ, സപ്ലയർ എയ്തർ പാർട്ട്ലി ഓർ ഫുള്ളി ആയിട്ടോ പാർഷ്യലി ആയിട്ടോ എന്ത് ചെയ്യാണ്, സപ്ലയർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്ലയർ ആണ് അല്ലേ. നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇത് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ആരുടെ നിന്നാണ്, സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. നമ്മൾ സെയിൽ ചെയ്യുന്നത് ആർക്കാണ്, കസ്റ്റമേഴ്സിനാണ്. സോ ഇവിടെ പർച്ചേസ് ആയതുകൊണ്ട് സപ്ലയേഴ്സാണ്, അതാണ് ഇവിടെ സപ്ലയേഴ്സിനെ എടുത്തെടുത്ത് പറയുന്നതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ. ദെൻ അപ്പോൾ നിങ്ങൾ ഇവിടെ സപ്ലയേഴ്സ് ഫുള്ളി ആയിട്ടോ പാർഷ്യലി ആയിട്ടോ എന്ത് ചെയ്യാണ്, റിട്ടേൺ കൊടുക്കുക ചെയ്യുന്നത് അവർ പർച്ചേസ് ചെയ്ത ഗുഡ്സുകൾ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക, പർച്ചേസ് റിട്ടേൺ ജേണലിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, നമ്മളിപ്പോൾ ഈ എഴുതിയ ലെഡ്ജറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നമുക്ക് ഇൻവോയ്സ് അല്ല ഉണ്ടാവുക, ഡെബിറ്റ് നോട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഡെബിറ്റ് നോട്ടാണ്. റിട്ടേൺ ഓൺ വേർഡ്സ് ഓഫ് ജേണലാണ് ഇതിനെ പറയുന്നത്. അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ ബുക്ക് എന്ന് നമുക്ക് പർച്ചേസ് ജേണൽ ബുക്ക് സെപ്പറേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഡെബിറ്റ് നോട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിട്ടേൺ ആയിട്ട് നമുക്ക് ഗുഡ്സുകൾ സപ്ലയേഴ്സ് തന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഡെബിറ്റ് നോട്ടാണ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ ഫോർമാറ്റ് അതിൻ്റെ എക്സാമ്പിൾ രൂപത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കട്ടെ. ഡെബിറ്റ് നോട്ട് എന്തൊക്കെയായിരിക്കും, ആരാണോ കൊടുത്തിട്ടുള്ളത്, എന്താണോ കൊടുത്തിട്ടുള്ളത്, എത്ര കോപ്പിയാണോ തിരിച്ചു കിട്ടിയതുള്ളത്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടലി കൊടുത്തതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ലെസ് നമുക്ക് കിട്ടിയ അത് റിട്ടേൺ കിട്ടിയത് മൈനസ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് പറഞ്ഞ റെക്കോർഡിങ് ദ പർച്ചേസ് ജേണലാണ് കേട്ടോ. പർച്ചേസ് ജേണൽ നമ്മൾ എങ്ങനെയാണ്, ഇതുപോലെ തന്നെയാണ് 6 കോളംസ് കൊടുക്കുക. ഡേറ്റ്, നെയിം ഓഫ് സപ്ലയർ, ഇൻവേർഡ് ഇൻവോയ്സ്, LF, എമൗണ്ട്, റിമാർക്സ്, അങ്ങനെ നമ്മൾ കൊടുക്കുക കേട്ടോ. നമുക്ക് അറിയുന്ന കാര്യമാണ് ആ ഫോർമാറ്റ്. അത്രയും ഭാഗം